അപ്പൂസേ ഇങ്ങോട്ട് വന്നേടാ. ഹലോ ഹലോ ഒക്കെ പറ. കോഴിക്കടല്ലേ ഇത്? ഇന്നെന്ത് വിലയുണ്ട് കോഴിക്ക്? കിലോക്ക് എന്ത് വിലയുണ്ട്? ഇന്നത്തെ വില 190. 190? എന്താ അമ്പ് വരുന്നുണ്ടോ? അതല്ലെങ്കിൽ ഭയങ്കര എല്ലാ സാധനത്തിനും വില കൂടിയില്ല, കൂട്ടത്തിൽ കോഴിക്കും കൂടിയെന്നുള്ളൂ. ഇതിനാണ് ഇപ്പൊ അന്വേഷിക്കുക 400 റുപ്യ മീനിന്. മീനൊക്കെ ഭയങ്കര വില. പിന്നെ സ്വാഭാവികമല്ല, ഇതും കൂടൂലേ? ഞങ്ങളായിട്ട് കൂട്ടണല്ലിക്ക. ബീഫിന് 150. ഫ്രഷ് അല്ല മോനെ, നമുക്ക് മീനൊന്നും വിളിച്ചോക്കാം. അയക്കൂർ എന്താ വില? 1200. അവര് ചെറുമീൻ എന്തുണ്ടല്ല? ചാഴ 260, നത്തോലി 240. ഓക്കെ, മറ്റേ നമ്മളെ കളർ മീനില്ലേ, കിളിമീൻ, അതിനും പണ്ടത് വെറും ഈ എന്താണ് തെങ്ങിന് വളമിടാനൊക്കെ കൊണ്ടുവന്നായിരുന്നു സാധനം. അതിന് പോലും ഭയങ്കര വലിയ വല്ലാത്തൊരവസ്ഥയല്ലല്ലോ. കുറച്ച് കൊടുത്തായിട്ടില്ല, ഇപ്പം എന്ത് ചെയ്യും? എന്തെങ്കിലും വേണ്ടേ? കുറഞ്ഞായിട്ട് നത്തോലി കാലം മതി കേട്ടോ. ഒക്കെ ഒരു പണിയാ, ഈ സാധനം എടുത്തിട്ടേ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് നമ്മളെ മൂപ്പിൽ അയച്ചു കൊടുക്കാം, സൂപ്പർ മാർക്കറ്റിൽ അയച്ചു കൊടുക്കാം. അബീബ, ഞാനൊരു ലിസ്റ്റ് വാട്സപ്പിലിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സാധനങ്ങളുണ്ടെന്ന്. ഞാനിപ്പോ മീൻകാരെ വിളിച്ചായിരുന്നു. ഒന്നിനും എടുക്കാൻ പറ്റില്ലല്ലോ, കോഴിക്ക് 150. അതെ, ഒരു പണി അവിടെ പച്ചക്കറി നല്ലത് ഫ്രഷ് കിട്ടാൻ വന്നിട്ടുണ്ടോ? അത് ശരി, പച്ചക്കറിക്കും സാറേ പച്ചക്കറി വേണോ? പച്ചക്കറിക്ക് ഇന്ന് പൊള്ളുന്ന വിലയാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ കാശ് കൊടുത്തിട്ട് അതിൻ്റെ പകുതി സാധനം പോലും കിട്ടിയിട്ടില്ല. സാധാരണക്കാരൻ്റെ ജീവിതം കട്ടപ്പോകുകയും കിട്ടാം. ഒരു രക്ഷയില്ല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പോകുന്നത്. പെട്രോളിനും ഡീസലിനും ഗ്യാസിനും എന്തിന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനത്തിനും വില വർദ്ധിച്ചു. പെട്രോളും ഡീസലും എന്ന് വേണ്ട എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വൻ വർധനവ്. സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇനി വല്ല പഞ്ചാബിലോ ഡൽഹിയിലോ സാധാരണക്കാരനക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റുള്ള സ്ഥലത്ത് ജീവിക്കേണ്ട അവസ്ഥയാണ് കേരള ജനതക്കും സംജാതമായിരിക്കുന്നത്.